റഷ്യൻ തുറമുഖങ്ങളിലൊക്കെ ഈ യുക്രൈൻ വലിയ ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജനീവയിൽ സമാധാന ചർച്ച തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് വലിയൊരു ആക്രമണം നടക്കുക, അല്ലെങ്കിൽ റഷ്യൻ സേന തിരിച്ചും ചില ആക്രമണത്തിന് പദ്ധതി ഇടുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ടല്ലോ. പിന്നെ എന്ത് സമാധാന ചർച്ച? ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ ഉക്രൈൻ യുദ്ധം 4 വർഷം തികയാൻ. ഫെബ്രുവരി 24, 2022 യുദ്ധം തുടങ്ങിയത്. SKN ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഇവിടുന്ന് ലൈവായിട്ട് ആ യുദ്ധം തുടങ്ങിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ 4 വർഷം തികയാൻ പോകുന്നു. അതിനിടയിലാണ് ഉക്രൈൻ സേന റഷ്യയെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ, കരിങ്കടലിലെ ബ്ലാക്ക് സീയിലെ തുറമുഖങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഇത് മാത്രമല്ല, അവിടെ തീ പിടിച്ച് ഈ തുറമുഖ പ്രദേശങ്ങളിലൊക്കെ തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ക്ഷീണം റഷ്യക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് യുക്രൈൻ്റെ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ വൻ ആക്രമണം വരുന്നു. പ്രത്യേകിച്ച് ജനീവയിൽ ചർച്ച ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടു മുൻപായിട്ട് ഈ ആക്രമണം നടക്കും എന്നുള്ള രീതിയിലാണ് സെലൻസ്കി പറഞ്ഞത്. അവർക്കുള്ള ഇന്റലിജൻസ് കിട്ടിയിരിക്കുന്നതാണ്. കാരണം വലിയ അടി കിട്ടിയ റഷ്യ വെറുതെ ഇരിക്കില്ല. റഷ്യ കിഴക്കൻ ഉക്രൈനിൽ, തെക്കൻ ഉക്രൈനിലൊക്കെ വൻ ആക്രമണം, ഒരുപക്ഷെ തലസ്ഥാനമായി കീവിലും മിസൈലുകളും ഡ്രോണുകളുമായിട്ട് ആക്രമിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നു. ഒരുപക്ഷെ 4 വർഷം തികയുമ്പോൾ തീരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള അത്ര എളുപ്പമല്ല. ഒരു കാര്യം കൂടി ഉള്ളത്, SKN ബംഗ്ലാദേശിൽ ഇന്ന് പുതിയ നിയുക്ത പ്രധാനമന്ത്രി സ്ഥാനമേൽക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചെങ്കിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. പകരം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അടക്കമുള്ള ഇന്ത്യൻ സംഘം പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെ ഇതൊരു പുതിയ ഒരു ബന്ധത്തിന് തുടക്കം കുറിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാണുന്നത്. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ, അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഖാലിദ് സയുടെ മകൻ, ഇന്ന് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ചാർജ് എടുക്കുന്നു. മുഹമ്മദ് യൂനിസ് നോബൽ ലൊറേറ്റ് അധികം സ്ഥാനമൊഴിയുകയാണ്. പാകിസ്ഥാനും ചൈനയുമായിട്ട് ഇടക്കാല സർക്കാർ വലിയ രീതിയിൽ അടുക്കുകയും ഇന്ത്യയായിട്ട് പിണങ്ങുകയും ചെയ്തിരുന്നു. പുതിയ സർക്കാർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുമോ ഇല്ലയോ എന്ന് അറിയാം. SKN. ഓക്കെ, വിവി ജെയിംസ്. ശശികല ഉല്ലാസ് പറയുന്നു, PP ജെയിംസ് എപ്പോഴും ഇങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞ് നാട്ടുകാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN, ഞാൻ പറഞ്ഞപ്പോഴൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവാതിരിക്കട്ടെ. ബിവിയുടെ നാവ് കുറച്ചു കാലം പണിമുടക്കിൽ ഏർപ്പെടുക. അല്ല, എന്തായാലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.